ആദ്യമേ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ഭയം കൂടുതലായിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണാതിരിക്കുന്നതായിരിക്കും ഉചിതം. കാരണം അത്തരമൊരു വിഷയമാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ കേസ് പ്രേതമായി ബന്ധപ്പെട്ട്, പ്രേതം എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ വാമ്പയർ എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ കേസ്, അതാണ് നമ്മളിന്നിവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത്. അത് റിവീൽ ചെയ്യുമ്പോൾ അതിൽ കുറേ പേടിപ്പെടുത്തുന്ന സംഗതികൾ കൂടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടി ഒരുപാടുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രേതത്തെ പേടിക്കുന്ന ആളുകൾ, പ്രേതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേടിയുള്ള ആളുകൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പേടിയില്ലാത്ത ആളുകൾക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്യാം. പേടി ഇല്ല എന്ന് അഭിനയിക്കുന്ന ആളുകൾക്കും ഇതിൽ കണ്ടിന്യൂ ചെയ്യാം. കാലഘട്ടം, കൃത്യമായി പറഞ്ഞാൽ 1725 ഒരു ജൂൺ മാസം ഓസ്ട്രിയൻ ഗവൺമെൻറ് ഒരു ഉദ്യോഗസ്ഥനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിയമിക്കുന്നു. ആ കേസ് പക്ഷേ നടക്കുന്നത് ഓസ്ട്രിയയിലല്ല, ഓസ്ട്രിയ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാജ്യം, സെർബിയ എന്ന രാജ്യത്ത് കിസിജേവോ എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഒരു കർഷക ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ എന്തോ ഒരു പകർച്ചവ്യാധി പോലെ വന്നിട്ട് ആളുകൾ കുറേ പേരിങ്ങനെ മരിച്ചു വീഴുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഓസ്ട്രിയൻ ഗവൺമെൻറ് ആ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത്. ആ അസുഖം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. അതാണ് ഈ ഏണസ്റ്റ് ഫ്രോംബാൾഡ് എന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച ജോലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്ന് ഈ സെർബിയയിലേക്ക് തിരിക്കുന്നു. പക്ഷേ സെർബിയയിൽ എത്തിയതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ മൊത്തം തെറ്റുന്നു. ഈ ഓസ്ട്രിയൻ ഗവൺമെൻറ് പറഞ്ഞു കൊടുത്തിട്ടുള്ള സംഗതികൾ എല്ലാം തന്നെ തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. കാരണം അവിടുത്തെ ജനങ്ങളുമായിട്ട് സംവദിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ ഇങ്ങനെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പീറ്റർ എന്നു പേരുള്ള ഒരു കർഷകൻ, അവിടെ വലിയ സ്വാധീനമുള്ള ഒരു കർഷകനാണ്, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും കുടുംബത്തിലും ഭയങ്കര സ്നേഹമുള്ള ആളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആൾ, സമൂഹത്തിലൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കുറേ സുഹൃത്തുക്കളുള്ള, അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരിക്കും, ചെറിയ ഗ്രാമമായിരിക്കും, അവരെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരും പരസ്പരം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ല മനുഷ്യൻ അവിടെ പെട്ടെന്നൊരു ദിവസം മരിക്കുന്നു. മരിച്ചതോടുകൂടി ആ ഗ്രാമം മൊത്തം ശോകമുഖമാകുന്നു, എല്ലാവർക്കും വിഷമാവുന്നു. ഇദ്ദേഹം ഇപ്പോൾ മരിക്കേണ്ട ആളായിരുന്നില്ല, പെട്ടെന്ന് മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് ഈ ശവപ്പെട്ടിക്ക് ചുറ്റിയിരുന്നിട്ട്, അല്ലെങ്കിൽ മൃതശരീരം വീട്ടിനകത്ത് വെച്ച് കരയുന്ന പതിവൊക്കെ അന്നും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിയുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? പള്ളി ഇടപെട്ട് അതിൻ്റെ ശുശ്രൂഷകളും കർമ്മങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തെ പെട്ടിയിലാക്കി സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നു. അതോടുകൂടി അത് അവസാനിച്ചു എന്നാണ് നാട്ടുകാർ വിചാരിച്ചത്. ഈ പീറ്ററിനെ അടക്കം കഴിഞ്ഞിട്ട് 3 ദിവസത്തിന് ശേഷം ഒരു അർദ്ധരാത്രി അദ്ദേഹത്തിൻ്റെ വിധവ ബെഡ്റൂമിൽ നിന്ന് ചാടി എണീക്കുകയാണ്. വാതിൽ ആരോ തുറന്നിരിക്കുന്നു, ആരോ അകത്ത് കയറിയിരിക്കുന്നു എന്ന് തോന്നിയിട്ട് അവർ പതിയെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഹാളിലെ അരണ്ട വെളിച്ചത്തിൽ അവർ ഒരു കാഴ്ച കണ്ട് ഞെട്ടി വിറയ്ക്കുന്നു. കാരണം വന്നിരിക്കുന്നത് തൻ്റെ ഭർത്താവ് പീറ്ററാണ്. ആ അരണ്ട വെളിച്ചത്തിലും അവർ തിരിച്ചറിയുന്നു, അയാൾ ധരിച്ചിരിക്കുന്ന കോട്ട് വളരെ വില കൂടിയ ക്ലീനായിട്ടുള്ളൊരു കോട്ടാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ മണ്ണ് പറ്റിയത് അവർ കാണുന്നു. പീറ്റർ വളരെ ദേഷ്യത്തിലാണ്. പീറ്റർ ഇവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് എൻ്റെ ഷൂ എവിടെ എന്ന് ആക്രോശിച്ച് ചോദിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഷൂവിന് വേണ്ടി വന്നാണ്. കോട്ടൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഷൂ ഇല്ല, കാല് മുഴുവൻ മണ്ണ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഷൂ അന്വേഷിച്ച് വന്നാണ്, ഷൂ എടുക്കാൻ വേണ്ടി തിരിച്ച് വന്നാണെന്നാണ് മൂപ്പര് പറയുന്നത്. പക്ഷേ ഭാര്യ ആ പേടിയിൽ നിന്ന് കുറച്ച് ശബ്ദമൊക്കെ വീണ്ടും കിട്ടിയ ശേഷം പറയുന്നു, പീറ്റർ, നിങ്ങൾ മരിച്ചു പോയതല്ലേ, നിങ്ങൾ മരിച്ചു പോയതോടുകൂടി, നിങ്ങൾ അടക്കം ചെയ്തതോടുകൂടി നിങ്ങളുടെ തിങ്സ് ഒന്നും ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാം കത്തിച്ച് കളയാണ് ചെയ്തത് എന്ന് പറയുന്നു. അതോടുകൂടി പീറ്റർ കോപാകുലനാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിച്ചത്, നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്നോട് സ്നേഹം എന്നുള്ള നിലയ്ക്ക് ഉള്ളൊരു രൂക്ഷമായ ഭാവത്തിൽ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ്
ഈ ഭാര്യ നാട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നാട്ടുകാരും തന്നെ ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇവർക്ക് ഭർത്താവ് മരിച്ചതിൽ എന്തോ മതിഭ്രമം സംഭവിച്ചിരിക്കുന്നു, ഒരു ദുസ്വപ്നം കണ്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അത് കാര്യമാക്കി എടുക്കുന്നില്ല. പക്ഷേ വിത്തിൻ 24 അവർ 24 മണിക്കൂറിനകം അവർക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങുന്നു. അവർ ഛർദ്ദിക്കുന്നു. ആ ഛർദ്ദിച്ച് ആ ഛർദിൽ ചോര ഛർദ്ദിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. ചോര ഛർദ്ദിച്ച് അവർ മരിച്ചു വീഴുന്നു. അപ്പോഴാണ് നാട്ടുകാർ മുഴുവൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അവരാകെ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നത്. അവരെ കൂടെ അടക്കം ചെയ്ത് നാട്ടുകാർ മൊത്തം വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അടുത്ത ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പീറ്ററിൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടി ഇതുപോലെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. എൻ്റെ സ്വപ്നത്തിലും അല്ലെങ്കിൽ എനിക്കും ഇന്നലെ രാത്രി അതുപോലൊരു സംഭവം നടന്നു, പീറ്റർ എൻ്റെ വീട്ടിലേക്കും വന്നു എന്ന് പറയുന്നു. അദ്ദേഹം 24 മണിക്കൂറിനകം ഇതുപോലെ ചോര ഛർദ്ദിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഒരാഴ്ചക്കുള്ളിൽ ഏകദേശം 9 പേര് ആ ഗ്രാമത്തിൽ ഇതുപോലെ ഭയാനകമായിട്ട് ചോര ഛർദ്ദിച്ച് എല്ലാവരെയും പേടിപ്പിച്ച് മരിച്ചു വീഴുന്ന കാഴ്ചകൾ അവിടെ കാണുന്നു. ഇതോടുകൂടി ജനം മൊത്തം വിരളി പിടിക്കുന്നു. അവിടെ കുറേ പേര് നാട് വിട്ടു പോകുന്നു, കുറേ പേര് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയുന്നു. ഒരു പോലീസുകാർ വേണ്ടത്ര ഗവനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രതിഷേധം കാര്യങ്ങളും ഇവിടെ നടന്ന ഈ സംഭവങ്ങളും എല്ലാം അവർ ഭരിക്കുന്ന ഓസ്ട്രിയൻ ഗവൺമെൻറ്റിൻ്റെ ചെവിയിലെത്തുകയും അവർ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏണസ്റ്റ് ഫ്രോംപാൽഡ് എന്ന ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോടും ഈ നാട്ടുകാർ ഇത് തന്നെയാണ് പറയുന്നത്, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പകർച്ചവ്യാധിയല്ല, ഇത് പീറ്ററിൻ്റെ പണി തന്നെയാണ്, പീറ്ററാണ് എല്ലാവരെയും വന്ന് കൊന്നിട്ടുള്ളത്. അപ്പോൾ ആ വഴിക്കാണ് അന്വേഷണം നീങ്ങേണ്ടത്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പകർച്ചവ്യാധിയെക്കുറിച്ചല്ല അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരാകെ ബഹളം കൂട്ടുന്നു, ആകെ പ്രതിഷേധിക്കുന്നു. അപ്പോൾ ഈ ഏണസ്റ്റിനും വേറെ വഴിയില്ലാതെ ശരിയെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ആ വഴിക്ക് അന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാരെയും പള്ളിക്കാരെയും എല്ലാം സംഘടിപ്പിച്ച് മീറ്റിംഗ് വിളിക്കുന്നു. ഈ പീറ്ററിൻ്റെ കല്ലറ പൊളിക്കണം എന്ന ആവശ്യം അവിടെ ഉയരുന്നു. അപ്പോൾ അതിനു വേണ്ട നടപടികൾ ആയിട്ട് പള്ളി വികാരികളും അല്ലെങ്കിൽ വലിയ പുരോഹിതന്മാരും എത്തപ്പെടുന്നു. അപ്പോൾ എല്ലാവരും ചേർന്ന് ഈ കല്ലറ പൊളിക്കാൻ തീരുമാനിക്കുന്നു. ആ പൊളിക്കാൻ തീരുമാനിച്ച് എല്ലാവരും കല്ലറയ്ക്ക് മുമ്പിലെത്തുകയും കല്ലറ പൊളിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ 3 ആഴ്ച പഴക്കമുള്ള ഒരു ഡെഡ് ബോഡി, അടക്കപ്പെട്ടൊരു ഡെഡ് ബോഡി, അത് തീർത്തും പുഴുവരിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ചീഞ്ഞ് പോയ നിലയിലായിരിക്കും കാണപ്പെടുക. പക്ഷേ ഈ കല്ലറ തുറന്നതോടുകൂടി നാട്ടുകാർ മൊത്തം വീണ്ടും പാനിക്കാവുന്ന സിറ്റുവേഷനാണ് ഉണ്ടായത്. നാട്ടുകാർ മാത്രമല്ല, ഈ ഏണസ്റ്റ് ഫ്രോംപാൽഡും പള്ളി വികാരികളും എല്ലാവരും തന്നെ പേടിപ്പിക്കുന്നൊരു ദൃശ്യമാണ് ആ കല്ലറയ്ക്കുള്ളിൽ കണ്ടത്. കാരണം പീറ്ററിനൊന്നും സംഭവിച്ചിട്ടില്ല. പീറ്റർ കിടന്നുറങ്ങുകയാണോ എന്ന് തോന്നുന്ന പോലെ പീറ്റർ സുഖമായി ഉറങ്ങുന്നു. പീറ്ററിൻ്റെ വായിലൊക്കെ രക്തം ഒലിച്ചിറങ്ങിയിരിക്കുന്നു, പച്ച രക്തം, കട്ട പിടിക്കാത്ത രക്തം. അപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു, ഈ പീറ്റർ മരിച്ചിട്ടില്ല, ഈ പീറ്റർ ശരിക്കും വാമ്പയർ ആയിരിക്കുന്നു, പീറ്ററിനെ നമുക്ക് ശരിക്കും കൊല്ലണം, ഈ വാമ്പയറിനെ കൊല്ലണം, വാമ്പയറിനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നു. അപ്പോൾ പള്ളി പുരോഹിതന്മാരും എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുന്നു, ഓക്കെ, വാമ്പയറിനെ നമുക്ക് അടക്കം ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ എല്ലാ മുറകളും ചേർന്ന് നമുക്ക് അടക്കാം എന്ന് പറഞ്ഞിട്ട് ആ വാമ്പയറിൻ്റെ ആ പീറ്ററിൻ്റെ ശരീരത്തിലേക്ക് വലിയ വലിയ ആണികൾ തറച്ച് കയറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വലിയ ആണികളൊക്കെ എടുത്ത് അടിച്ച് കയറ്റുന്നു. ആ അടിച്ച് കയറ്റുന്ന സമയത്ത് ചോര ചീറ്റി എന്നൊക്കെയാണ് ഫ്രോംപാൽഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ആണി തറയ്ക്കുമ്പോഴും തലയിലും കയ്യിലും കാലിലും ശരീരത്തിലൊക്കെ ആണി തറച്ച് കയറ്റുമ്പോൾ ചോര ചീറ്റി കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആണി അടിച്ച് തറച്ചതിന് ശേഷം ആ ബോഡി ദഹിപ്പിക്കുന്നു, കത്തിച്ച് ചാമ്പലാക്കി ആ ചാമ്പൽ കടലിൽ കൊണ്ട് ഒഴുക്കിക്കളയുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് നാട്ടുകാർ ശാന്തരാകുന്നതും നാട്ടുകാർക്ക് ഒരു സമാധാന ജീവിതത്തിലേക്ക് നയിക്കുന്നതും എന്നാണ് ഫ്രോംപാൽഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു കഥ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്ന സംഗതിയാണോ?
അല്ലെങ്കിൽ ഈ 1700 കാലഘട്ടം എന്ന് പറയുന്നത് ഈ പ്രേതകഥകളും വാമ്പയർ സ്റ്റോറിയും ഈ രക്തരാക്ഷസും ഒക്കെ അടക്കി വാണിരുന്ന ഈ പേടി കെട്ടുകഥകളും എല്ലാം കൊണ്ട് വാണിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഈ 9 പേരും മരിച്ചു വീണു എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇന്ന് പക്ഷേ ഊഹിക്കാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ പകർച്ചവ്യാധി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ ഈ പീറ്റർ തന്നെ വന്ന് കൊന്നിട്ടുണ്ടാവും. പീറ്റർ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. പീറ്റർ ഈ നാട്ടുകാർ ഈ പീറ്ററിനെ അവഗണിച്ചതോടുകൂടി പീറ്റർ രാത്രി വന്ന് ഇവർക്ക് പണി കൊടുത്തതായിരിക്കാം. എന്ത് വേണമെങ്കിലും സംഭവിച്ചിരിക്കാം. അല്ലെങ്കിൽ ഈ വാമ്പയർ എന്നുള്ള സംഗതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് അതങ്ങനെയും ആവാം. അത് മരിച്ച ശേഷം വാമ്പയറായിട്ട് വന്നു, രക്തരാക്ഷസായിട്ട് വന്നു, പ്രേതമായിട്ട് വന്നു, ഇവരുടെയൊക്കെ കഴുത്തിന് പിടിച്ച് ചോര ഛർദ്ദിപ്പിച്ച് കൊന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടാകും. ഇതെന്ത് തന്നെ ആയിരുന്നാലും താഴെ കമൻ്റ് ചെയ്യുക എന്താണ് ഓരോരുത്തരുടെയും അഭിപ്രായമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ ഈ പ്രേതകഥ എന്നുള്ള നിലയ്ക്കാണ് ലോകം കണ്ടിട്ടുള്ളത്. അത് നമ്മൾ റിവീൽ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വീണ്ടും ഒരു പുതിയ കഥയായിട്ട്, പുതിയ സ്റ്റോറിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സന്തോഷമാവും. ഓക്കെ, താങ്ക് യു.